കോടതിയോടുള്ളൊരു എക്സാലോജിക്ക കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് കമ്പനി നിയമം 210 പ്രകാരം ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തു. ആ അന്വേഷണത്തിൻ്റെ ഇടയിൽ കമ്പനി നിയമം 212 പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു പെറ്റീഷൻ കൊടുത്തു. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു 3 അംഗ ടീം അന്വേഷിക്കുക. അപ്പോൾ ഇത് തീർത്തും ഒരു മനുഷ്യരെ, ഒരു കുടുംബത്തെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും നടക്കുന്ന ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയുടെ പിന്നിൽ ചില ശക്തികളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വ്യക്തമാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കോ എതിരായി ഒരു നോട്ടീസ് പോലും ഹൈക്കോടതി ഇതുവരെ അയച്ചിട്ടില്ല. ഇതിൽ ഫ്രോഡില്ല. ഫ്രോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി ഒരു 6 അംഗ കമ്മീഷനെ ഇപ്പം വെച്ചിട്ടുള്ളത്? CMRLന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് കൃത്യമായി പറഞ്ഞു ഇതിൽ പ്രോസിക്യൂഷൻ എടുക്കേണ്ടതില്ല, പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി CMRLണ്ട്. അവർ കൊടുത്ത റിട്ടേൺസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി ഇൻകം ടാക്സ് എക്സംഷൻ 70% അവരുടെ ക്ലെയിമിന്റെ 70% ഇൻകം സെറ്റിൽമെന്റ് ബോർഡ് അനുവദിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുന്നു, അതുകൊണ്ട് ഒരു രൂപത്തിലും പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല. പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി CMRLന് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആ CMRL കമ്പനിക്കെതിരായി ഇപ്പോൾ പ്രോസിക്യൂഷൻ എടുക്കണം, എക്സാലോജിക്കെതിരായി പ്രോസിക്യൂഷൻ എടുക്കണം എന്ന് പറയുന്നത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്?